പമ്പ അച്ചൻകോവിൽ ആറുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് ബുധനൂർ, മാന്നാർ, ചെന്നിത്തല പഞ്ചായത്തുകളിലൂടെ ഒഴുകുന്ന കുട്ടൻപേരൂർ ആർ ഒരു കാലത്ത് നാടിൻ്റെ ജീവനാഡിയായി നിലകൊണ്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഒഴുക്ക് നിലച്ച് പോളയും മാലിന്യങ്ങളും നിറഞ്ഞ് പുഴ അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. ജനജീവിതത്തെയും കൃഷിയെയും ഇത് ഏറെ ബാധിച്ചു. ഈ സാഹചര്യത്തിലാണ് ബുധനൂർ പഞ്ചായത്ത് കുട്ടൻപേരൂർ ആറിൻ്റെ പുനരുദ്ധാരണത്തിനായി പദ്ധതി തയ്യാറാക്കിയത്. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി തൊഴിലുറപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി കുട്ടൻപേരൂർ ആറിൻ്റെ പുനരുജ്ജീവനത്തിനായി പഞ്ചായത്ത് പദ്ധതി ആസൂത്രണം ചെയ്തു. 700ഓളം തൊഴിലാളികൾക്ക് 30,000 തൊഴിൽ ദിനങ്ങൾ നൽകി പുഴയുടെ വീണ്ടെടുക്കൽ സാധ്യമാക്കി. കഴിഞ്ഞ നവംബറിൽ മന്ത്രി ജി സുധാകരനാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മാലിന്യമുക്തമാക്കിയ കുട്ടൻപേരൂർ ആറിൻ്റെ വീണ്ടെടുക്കലിന് സാക്ഷ്യം വഹിക്കുവാനും മന്ത്രി എത്തിയിരുന്നു. ജനപ്രതിനിധികൾക്കൊപ്പം പുഴയിലൂടെ വള്ളത്തിൽ സഞ്ചരിച്ച മന്ത്രിയെ വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പടിയോടെയാണ് നാട്ടുകാർ സ്വീകരിച്ചത്. വഞ്ചിപ്പാട്ട് ഏറ്റുപാടുവാനും മന്ത്രി നാട്ടുകാർക്കൊപ്പം ചേർന്നു. മാതൃകാപരമായ നേട്ടമാണ് ബുധനൂർ പഞ്ചായത്ത് കാഴ്ചവെച്ചതെന്നും ഇത്തരത്തിൽ നശിച്ചുപോയ ജലസ്രോതസ്സുകളുടെ വീണ്ടെടുപ്പിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സർക്കാർ ഏജൻസികളും ത്രിതല പഞ്ചായത്തുകളും കാര്യക്ഷമമായി ഇടപെടണമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിനൊരു സന്ദേശം കൊടുത്തിരിക്കുകയാണ്. ഹരിത കേരള പദ്ധതിക്ക് ഇത്രയും വലിയൊരു സംഭാവന കേരളത്തിൽ എവിടെ നിന്നും കിട്ടിയില്ല, ബുധനൂർ കിട്ടിയതുപോലെ. അപ്പോൾ ഞാനതിനെ അങ്ങേയറ്റം വളരെ ഉയർന്ന തലത്തിലാണ് കാണുന്നത്. 12 കിലോമീറ്റർ ദൂരത്തിൽ കുട്ടൻപേരൂർ ആറിൻ്റെ വീണ്ടെടുക്കുവാൻ കഴിഞ്ഞതിന് പിന്നിൽ തൊഴിലാളികളുടെ ത്യാഗപൂർണമായ പരിശ്രമമുണ്ടെന്ന് ബുധനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിശ്വംഭര പണിക്കർ പറഞ്ഞു. ഏറ്റവും നല്ല ജലം ലഭിക്കുന്ന തരത്തിൽ ആളുകൾക്കേറെ പ്രയോജനപ്രദമായ ഒരു പദ്ധതിയാണിത്. ഇത് ചെയ്തതിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ അഭിനന്ദിക്കുന്നു, അതിൽ ബന്ധപ്പെട്ട ആളുകളെ അഭിനന്ദിക്കുന്നു. അവരുടെ വലിയ ത്യാഗപൂർണമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. തൊഴിലുറപ്പ് പദ്ധതികളുടെ വിജയകരമായ നടത്തിപ്പിന് കഴിഞ്ഞ വർഷം ബുധനൂർ പഞ്ചായത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ മഹാത്മാ പുരസ്കാരം ലഭിച്ചിരുന്നു. എണ്ണക്കാട്ടുകടവിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ പുഴയുടെ പുനരുദ്ധാരണത്തിനായി കൈമേയ് മറന്ന് പ്രയത്നിച്ച തൊഴിലാളികളെ അഭിനന്ദിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണുഗോപാൽ അധ്യക്ഷനായ ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. അഭിലാഷ് ചിറക്കടവിനോടൊപ്പം ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.